നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. വ്യത്യസ്തമായ പല വാർത്തകളും പലപ്പോഴും നമ്മൾ വീഡിയോ രൂപത്തിൽ ചെയ്യാറുണ്ട്. ഈ ബാലയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ, ബാലയുടെ മകളുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ, ബാലയുടെ ഭാര്യയായിരുന്ന അമൃത സുരേഷുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളൊക്കെ പലപ്പോഴും വാർത്താ ഇടങ്ങളിൽ സ്ഥാനം പിടിക്കാറുണ്ട്. മാത്രമല്ല അതിനോടൊപ്പം പിടിക്കുന്ന ഒരു പേരാണ് ഗോപി സുന്ദർ. സംഗീത സംവിധായകനായിട്ടുള്ള ഗോപി സുന്ദർ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോയാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. വൺ ലൈഫ് എന്ന അടിക്കുറിപ്പോടുകൂടി പോസ്റ്റ് ചെയ്ത ചിത്രത്തിന് താഴെയാണ് ഇപ്പോൾ നിരവധി പേർ പരിഹാസ കമൻറ്റുകളടക്കം വിമർശനങ്ങളുമായിട്ടൊക്കെ എത്തുന്നത്. വിമർശനാത്മകമായിട്ടുള്ള കമൻറ്റുകളോടെല്ലാം ഗോപി സുന്ദർ പ്രതികരിച്ചിട്ടുമുണ്ട്. അവർ അതിനകത്ത് ചോദിക്കുന്നുണ്ട്, എന്താണൊരു കള്ളച്ചിരി, പുതിയതെടുത്തോ എന്ന് ചോദിച്ച് ലോങ് സ്പേസ് ഇട്ട ശേഷം iPhone 16 എന്നുകൂടി ചേർത്തായിരുന്നു ഒരു കമൻറ്റ് വരുന്നത്. തൻ്റെ കയ്യിൽ iPhone 20 ഉണ്ട്, നിൻ്റെ ഫോൺ എപ്പോൾ അപ്ഡേറ്റ് ചെയ്യുമെന്ന് അറിയിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗോപി സുന്ദർ അതിന് മറുപടിയും കൊടുക്കുന്നു. സൗന്ദര്യ രഹസ്യം എന്താണെന്ന് ഒരാൾ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയും, ഈ നിമിഷം ജീവിക്കുക, മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് നോക്കാറില്ല, എൻ്റെ ലോകം, എൻ്റെ ജീവിതം, എൻ്റെ നിയമം, അതൊരു രഹസ്യമല്ല എന്ന് പറഞ്ഞ് ഗോപി സുന്ദർ മറുപടി നൽകുന്നുണ്ട്. അതേസമയം ഗോപി സുന്ദറുമായിട്ടുള്ള ജീവിതം അവസാനിപ്പിച്ചതിനെക്കുറിച്ച് ഗായിക അമൃത സുരേഷ് അടക്കം അടുത്ത ദിവസങ്ങളിലൊക്കെ തുറന്നു പറഞ്ഞിരുന്നു. സ്വന്തം മക്കളെ ഉപേക്ഷിച്ചു പോകുന്ന അമ്മമാരുള്ള കേരളത്തിൽ ഇത്തരത്തിൽ ഉണ്ടാകുന്ന ചില ചെയ്തികൾ ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ഗോപി സുന്ദറിനെ പോലുള്ളവരുടെ വാക്കുകൾ ശ്രദ്ധേയമാകുന്നതും വാർത്തകൾക്ക് ഇടം പിടിക്കുന്നതെന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ളവരുടെ വാർത്തകൾ ഇടം പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഗോപി സുന്ദറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിൽ അമൃത സുരേഷിനെക്കുറിച്ചും അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന മറ്റ് ഭാര്യമാരെക്കുറിച്ചും അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ജീവിച്ചിരുന്നവരെക്കുറിച്ചുമൊക്കെയുള്ള കമൻറ്റുകൾ വരുന്നതുകൊണ്ടാണ് ഒന്നുകിൽ ഗോപി സുന്ദർ എപ്പോഴും ഒരാളല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിയോടൊപ്പം അല്ലെങ്കിൽ ഒരു സ്ത്രീയോടൊപ്പം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആദ്യകാലത്തെ ഭാര്യയും അതിനുശേഷം വന്ന അമൃതയും അതിനുശേഷം വന്ന ബാക്കി പെൺകുട്ടികളുമൊക്കെ ഇങ്ങനെ നിരവധി പേരുണ്ട്. അവരില്ലാതെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരു ഫോട്ടോ അത് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്തപ്പോഴാണ്, അതിൽ വൺ ലൈഫ് എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രചരിപ്പിക്കുമ്പോഴാണ് ഇടയിലേക്ക് വിമർശനാത്മകങ്ങളായിട്ടുള്ള ഇത്തരത്തിലുള്ള കമൻറ്റുകൾ വന്ന് നിറയുന്നത് എന്നുള്ളത്. പക്ഷേ ഒരു ജീവിതത്തെക്കുറിച്ച് വലിയ ധാരണകൾ ഉണ്ടാക്കിയെടുക്കേണ്ട പലരും പൊതുസമൂഹത്തിന് കൊടുക്കേണ്ട ചില മാതൃകകളൊക്കെ പലപ്പോഴും തെറ്റിപ്പോകുന്നത് ഇവിടെയാണ്. നമ്മൾ ചിന്തിക്കുന്നവർ, നമ്മൾ ചിലപ്പോൾ മാതൃകകളാക്കണമെന്ന് വിശ്വസിക്കുന്നവരൊക്കെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട്, ജീവിത രീതികൾ കൊണ്ട് ഒരിക്കലും മാതൃകകൾ ആകുന്നില്ല എന്നുള്ളതാണ്. നല്ല നല്ല ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച ഗോപി സുന്ദർ എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ ഗാനങ്ങളെ നമുക്ക് ആവോളം ശ്രവിക്കുകയും അതിനെ സ്നേഹിക്കുകയും ഒപ്പം തന്നെ വേണമെങ്കിൽ അതിനെ അനുകരിക്കുകയും ചെയ്യാം. പക്ഷേ ഒരിക്കലും ഗോപി സുന്ദർ എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ ജീവിതത്തെ, വ്യക്തി ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്ന ബന്ധങ്ങളെ, അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളെ, ജീവിതത്തെയൊന്നും ചിലപ്പോൾ മറ്റുള്ളവർക്ക് പകർത്തിയെടുക്കുവാൻ കഴിയുന്നതല്ല, മാതൃകയാക്കാൻ കഴിയുന്നതുമല്ല.